കാലഘട്ടത്തിൻ്റെ ഒരു വലിയ മാറ്റമാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ ഒരു അനിവാര്യമായ മാറ്റം. ഇനി എന്ത് എന്ന് വളരെ വ്യാകുലതയോടെ അന്വേഷിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ നമുക്ക് കാലങ്ങളായി ഉള്ള ഒരു സപര്യ, രാഷ്ട്രീയ സപര്യ, ആ സപര്യയിലൂടെ നമ്മൾ നേടിയെടുത്ത അന്തസ്, സ്വത്വം പ്രകടമാക്കുന്ന അന്തസ്, അതിൽ വിശ്വാസം ക്രമാതീതമായി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന മാറ്റം, മനം മാറ്റം, മനസ്സ് മാറ്റം, ആംഗ്ലേയത്തിൽ പറയും മൈൻഡ് സെറ്റ് ചേഞ്ച്, വോട്ടിംഗ് മൈൻഡ് സെറ്റ് ചേഞ്ച്. സുരേഷ് ഗോപി എന്ന് പറയുന്ന തീർത്തും വരുത്തനായ കൊല്ലംകാരനോ അല്ലെങ്കിൽ ആലപ്പുഴക്കാരനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരനോ എന്നൊക്കെ വിളിച്ച് രാഷ്ട്രീയപരമായി വേണമെങ്കിൽ ഒരു അകലം തള്ളി നിർത്തപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതിലുപരി ഒരു കലാകാരൻ. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു കാലത്തും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഇത് ഏത് കാലത്ത് ഏത് യുഗത്തിൽ എന്ന് ചോദിക്കാവുന്ന പൊളിറ്റിക്കൽ ടെമ്പറുള്ള ഒരു പ്രദേശത്ത് ജനങ്ങളുടെ നിശ്ചയമില്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഉപയോഗയുക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടെ ആ വിജയം ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി നമുക്കൊരു രചന അവിടെ നടത്താൻ സാധിച്ചു. ഈ രാഷ്ട്രീയ മനംമാറ്റം, വോട്ടിംഗ് മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ ആരും കണക്കെടുക്കാത്ത തരത്തിൽ ഭയങ്കര അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കത് എത്രമാത്രം യോഗ്യമായി ഉപയോഗിക്കാൻ സാധിക്കും, ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരെയാണ് വോട്ട് ചെയ്യുന്ന ജനത ഭയപ്പെടുന്നത്. നമുക്ക് അവരുടെ വിശ്വാസം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, തിരിച്ച് ആ വിശ്വാസത്തിൽ അമർന്ന് നമുക്ക് അധികാര സ്ഥാനങ്ങൾ തരുമ്പോൾ നമുക്ക് എങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക്, അവർക്ക് തേനും പാലും ഒന്നും ഒഴിയണമെന്നൊന്നും ഒരു ജനതയും ആഗ്രഹിക്കുന്നില്ല. ഇവർക്കൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ എവർക്കേ ഉള്ളൂ വിഷമം, ജനങ്ങൾക്കില്ല. പ്രജകൾ അങ്ങനെ ഒരിക്കലും തേനും പാലും ഒഴുക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് ജലം എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന അത്യാവശ്യമായി മാറിയിരിക്കുന്നു. വായു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസനം എന്നത് പ്രകൃതിയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിക്ക് അങ്ങേയറ്റത്തെ മര്യാദ നൽകിക്കൊണ്ട്, പ്രകൃതിയെ ഒരിക്കലും ഹനിക്കാതെ വരും യുഗങ്ങൾക്ക് വേണ്ടി പുതിയ പ്രകൃതിയെ സമ്മാനിക്കുമെന്ന് പറഞ്ഞ് വികസനം അടിസ്ഥാന ആവശ്യങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ഭരണവർഗ മനസ്ഥിതിയെയാണ് ജനങ്ങളെപ്പോഴും മാനിക്കുക. അതാണ് അവർ ആവശ്യിക്കുക. ഇത്രയും കാര്യങ്ങൾ വികസനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ അവർ ചെയ്തത് തകർക്കും, അവർ ചെയ്യാത്തത് നമ്മൾ ചെയ്യും, അവർ ചെയ്യാത്തത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് കൂടി കൃത്യമായി അന്വേഷിക്കും. അതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് നമ്മുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. അതിലെന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിൽ ആ അപകടങ്ങളെ തരണം ചെയ്യുന്ന രീതിയിലുള്ള വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് ഇത്രയും വളരെ പ്രധാനമാണ്. വികസനത്തിന്റെ പേരിൽ പുതിയ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഒരു ദുരന്ത ഭൂമി നമ്മൾ ഒരുക്കി വെക്കുവാൻ പാടുള്ളതാണ്. T.S. Eliotന്റെ മോഡേൺ റൈറ്ററാണ് T.S. Eliot, Wreck of the Deutschland. അതിനുള്ള തത്വം സാഹിത്യ രചനകളുടെ കാമ്പ് ഓരോ പ്രവർത്തകനും, രാഷ്ട്രീയ
പ്രവർത്തനങ്ങൾ, അത് ആംഗ്ലേയമായാലും നമ്മുടെ തദ്ദേശീയമായാലും നമ്മുടെ പ്രാദേശികമായാലും സാഹിത്യ രചനകളിൽ മനുഷ്യരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കണ്ണീരിൻ്റെയും ചോരയുടെയും നനവറിയുന്നു. നിറമോ ഗന്ധമോ അല്ല, ചോരയുടെ നിറം നമ്മൾ അറിയരുത്, പക്ഷെ അതിൻ്റെ നനവ് നമ്മൾ അറിയും. അത് വേർപ്പായി മാറുമ്പോഴുള്ള ഗന്ധമാറ്റം നനവൊന്നു തന്നെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇവിടെ 21 പേരുടെയും പ്രതിനിധിയായിട്ട് ഞാൻ വള്ളിയെ വേദിയിലേക്ക് വിളിച്ച് കയറ്റിയെങ്കിൽ വള്ളിയിൽ എൻ്റെ അമിത വിശ്വാസം കടന്നുകൂടുന്നത് 4 വർഷം മുമ്പ് ഞാനിവിടെ ഇതുപോലെ കുത്തി പെയ്യുന്ന മഴ എറണാകുളത്ത് പത്മജ മേഡത്തിന് വേണ്ടി വന്ന് പ്രചരണം നടത്തി തിരിച്ച് മഴയായതുകൊണ്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് പോയെടുത്ത് ഈ വള്ളിയുടെ കൂടെ എന്ന് ഇലക്ഷൻ എന്ന് കരുതുക. ആരായിരുന്നു? ഗതിരാജ്. ഇവരുടെ ഒരു നിലവിളി ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നു. സത്യത്തിൽ ആ നിലവിളി കാരണമാണ് തിരിച്ച് മഴയെ വകവയ്ക്കാതെ കൂടി ഇവിടെ എത്തി. അന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വള്ളിയുടെ ഒരു കുതിച്ചു ചാട്ടം ഞാൻ ഇപ്പോൾ കണ്ട് സന്തോഷിക്കുന്നെങ്കിൽ അത് തൃപ്പൂണിത്തറ നേടിയെടുക്കാൻ മറ്റൊരു ഭരണമല്ലെങ്കിൽ ജനസേവനത്തിൻ്റെ പുതിയ ഒരു മനസ്ഥിതി വള്ളിയിലുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറയാം. പള്ളിക്കുള്ള കുറവുകൾ മറ്റു പലർക്കും കാണാം. അപ്പോൾ എല്ലാം ഈ 21 പേരും ഇന്ററാക്ട് ചെയ്യും. ഓരോ ദിവസവും നമുക്ക് വലിയ വലിയ കമ്പനിയിലൊക്കെ നോക്കിയാൽ അറിയാം, ഓരോ എയർപോർട്ടിലും കാലത്ത് നമ്മളൊരു 7 മണിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ ചെന്നാൽ കാണാം CISFന്റെ ഉദ്യോഗസ്ഥൻ നിരത്തി നിർത്തി അവർക്ക് അന്നത്തെ പ്ലാൻ ഔട്ട്ലൈൻ കൊടുക്കും. ഇത് മിലിറ്ററിയിൽ എല്ലാ ദിവസവും നടക്കും. അപ്പോൾ ഓരോ ദിവസവും 21 കൗൺസിലർമാരും ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. നമ്മളിവിടെ മൈക്കിൽ വന്നു നിന്ന് വിജയധേരി മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവർ പറയുന്നു. എനിക്കെന്താണ് തൃശ്ശൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ കത്ത് കാണണം. ഇപ്പൊ എൻ്റെ കത്തുണ്ട്. ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശ്ശൂർക്കാർ എന്നോട് ചോദിക്കില്ല. തൃശ്ശൂരിൽ താമസിക്കാത്ത, തൃശ്ശൂരിനെ അറിഞ്ഞുകൂടാത്ത കുറെ കൂലി വാങ്ങിച്ചിട്ട് ശ്രീ പിണറായിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ കുപ്പത്തട്ടി പോലും കിടക്കത്തില്ല. അതൊക്കെ അവിടെ കിടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ, അല്ലേ? തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കണ്ടല്ലോ. ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് ട്രാൻസിഷൻ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫോറൻസിക് ലബോറട്ടറി ആൻഡ് റിസർച്ച് ലാബ് വ്യക്തമായിട്ട് അതാവശ്യപ്പെട്ട് ശ്രീ അമിത്ഷായുടെ കീഴിലുള്ള സംഘം ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ ആ കത്തിലുണ്ട്. തൃശ്ശൂർ ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും ഏറ്റവും യോജിച്ച് തിരുവനന്തപുരത്തിനും കാസർഗോഡിനും സൗകര്യപൂർവ്വം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രതലം എന്ന നിലയ്ക്ക് തൃശ്ശൂരിൽ 12 ഏക്കർ സ്ഥലം വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. തിരിച്ചിവിടുന്ന് ചീഫ് സെക്രട്ടറി മറുപടി അയക്കാതെ ജോയിന്റ് സെക്രട്ടറി മാത്രമാണ് മറുപടി അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 5 ഏക്കർ 1 ഏക്കറിന് 100 രൂപ ഒരു വർഷം എന്ന നിലയ്ക്ക് ലീസിന് 90 വർഷത്തേക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തൃശ്ശൂര് തരാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ്. അത് നിശ്ചയമല്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. അപ്പൊ എനിക്കെങ്ങനെയാണ് എന്നിൽ വിശ്വാസം അമിതമായി നിക്ഷേപിച്ച ജനതയോട് ഞാൻ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന
ഭൂതത്തിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന അങ്കലാപ്പ് തീർച്ചയായിട്ടും. ഒരു പക്ഷേ ആ പദ്ധതി പൂർണ്ണസ്ഥിതി തമിഴ്നാട്ടിലേക്ക് പോയത്. പക്ഷെ അമിത്ഷാജി പ്രക്ഷുബ്ധമായ എൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കേരളത്തിന് നഷ്ടപ്പെടണ്ട, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനല്ല, ഈ പൊളിറ്റിക്സിന് നമുക്ക് വഴങ്ങാം, തിരുവനന്തപുരത്ത് അത് വരട്ടെ എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. എനിക്കിനി സന്തോഷം. എന്നെ കഴിഞ്ഞ 35 വർഷമായിട്ട് 35.5 വർഷമായിട്ട് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. 1990 ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ കൊല്ലത്ത് നിന്ന് 7 വർഷം കൊണ്ട് അങ്ങോട്ട് പോയി അച്ചി വീട്ടിൽ താമസമാണ്. തിരുവനന്തപുരത്തെ അത്രയധികം സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിഷേധിയാവാൻ എനിക്ക് വയ്യ. ആ പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ടെക്നോസിറ്റിയിൽ അവരുടെ മുട്ടാപ്പോക്ക് രാഷ്ട്രീയം കൊണ്ട് അവിടെ നല്ല കാര്യം. തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം ലോഡ് കോർപ്പറേഷനിലെ ലോഡ് ട്രാൻസാക്ഷൻ നടക്കും, അതുകൊണ്ടുണ്ടാകുന്ന ക്രയവിക്രയം, അത് ബൈയിങ് ആയാലും പ്രൊഡക്ടിവിറ്റി ആയാലും എല്ലാം പറഞ്ഞു. അവിടുത്തെ റിയൽ എസ്റ്റേറ്റിന് വർധനമുണ്ടാകും, അവിടുത്തെ റെന്റൽസ് വർദ്ധിക്കും. ഇതിൻ്റെ എല്ലാം ടാക്സ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ സംസ്ഥാന ലോക്കൽ ബോഡിക്കാണ്. ഇതൊക്കെ ഉണ്ടാവും, ഇത് തിരുവനന്തപുരത്തും ഉണ്ടാകും. പക്ഷെ കേരളത്തിൽ ചരിത്ര രചന നടത്തിയ തൃശ്ശൂരിലെ ജനതയുടെ കരണത്തിൽ അടിച്ചതാണോ ശ്രീ പിണറായി വിജയന്റെ സർക്കാരും അവർ ആത്മപരിശോധന നടത്തേണ്ട മുഹൂർത്തമാണിത്. അതിനുള്ള ഒരു പുതിയ നിശ്ചയക്കുറിപ്പ് ഈ 3 മാസത്തിൽ ഉണ്ടാകും. അവിടെ തീരുന്നില്ല പ്രശ്നം. ഇനി ശ്രീ അമിത്ഷായുടെ മിനിസ്ട്രി ആവശ്യപ്പെടാൻ പോകുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അത് തൃശ്ശൂരിൽ തരണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. 25 ഏക്കറാണ് അതിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. എയിംസിന് 25 ഏക്കറൊന്നും പോലെ. അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഏതാണ്ട് 287 ഏക്കറാണ് വേണ്ടത്. അത് ഞാൻ ശ്രീ MG രാധാകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന മുഹൂർത്തത്തിൽ ശ്രീ സജി ചെറിയാനോട് അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ ഒരു കവല പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതല്ല എന്റെ രീതി, ഗിവ് us more names എന്ന് മാത്രമാണ് കഴിഞ്ഞ 2015 മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന 2-3 ജില്ല മാത്രമല്ല, ഒരു 5 ജില്ലകളുടെ പേര് തരും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2016 മുതൽ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനിയെങ്കിലും ഈ ബുദ്ധിയില്ലായ്മയല്ല, മൂളയില്ലായ്മമാരാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു നിലപാടാണ്. 2016 രാജ്യസഭാ അംഗമാകുന്നതിന് മുമ്പ് 2015 കൂടുതൽ എയിംസുകൾ എല്ലാ സംസ്ഥാനത്തിനും ഒരു എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ 2015 ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ ഇത്രയും അടിതെറ്റി കിടക്കുന്ന, എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ പ്രജകൾ അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ JP നഡ്ഡയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യുവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവ് us more names. ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യം. ഇപ്പോഴും 2 ജില്ലയെ ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത്. പക്ഷേ ചില അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ്. അത് പല്ലും നഖവും ഉപയോഗിച്ച്
അതിനകത്ത് ഒരുപാട് അവിഹിതമുള്ളത് കൊണ്ട് കൂടി എതിർത്തിരിക്കും. അത് വരേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ്. പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയിൽ. അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായും നരേന്ദ്രമോദി ആയാലും JP നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശ്ശൂർക്കാരോടാണ്. അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശ്ശൂർ. അവിടുത്തെ ജനങ്ങളാണ് അത് രചിച്ചത്. അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം, ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശ്ശൂർ വരിക എന്നുള്ളത്.